പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ്. ഇന്ന് കോഡ് ബൈക്കും പോക്കറ്റ് ബൈക്കും ഒക്കെ എടുത്തുകൊണ്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ബൈക്ക് വാങ്ങിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ സേറേനെ കാണിച്ചു കൊടുത്തപ്പോഴേ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ സന്തോഷവും കോൺഫിഡൻസും ഒക്കെ കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചു കൊടുത്തത്. അത്യാവശ്യം സൈക്ലിങ്ങും അഡ്വഞ്ചറും ഒക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൾ ഈ ബൈക്കിൽ എക്സ്പേർട്ട് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് നല്ല റോഡൊക്കെ ഉണ്ടെങ്കിലും ഓഫ് റോഡ് മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു തോടൊക്കെ ക്രോസ് ചെയ്ത് സേറ നേരെ അങ്ങോട്ട് പോയി. എങ്കിലും കോഡ് ബൈക്ക് തോട്ടിൽ കുടുങ്ങിപ്പോയി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് തോട്ടിൽ നിന്ന് കയറി പോന്നു. ഇവരെന്തായി കാണിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടും ഇതിനോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി വാങ്ങിച്ചത്. പിന്നെ ഈ ഏജിലൊക്കെ അല്ലേ ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡിയൊന്നും അതിന് സമ്മതിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ കാട്ടുവഴികളിലൂടെയൊക്കെ ഓടിച്ചാണ് സേറ എക്സ്പേർട്ട് ആയത്. പിന്നെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ധൈര്യവും ഒക്കെ വന്നോളും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പിള്ളേരൊന്ന് വീണാലോ ഇച്ചിരി തൊലി പോയാലോ ഒന്നും അങ്ങനെ കരഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കാറില്ല. പോകാൻ ഉദ്ദേശിച്ച വീട്ടിൽ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് സേറ നേരെ തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ഈവനിങ് ഒക്കെ ഞങ്ങൾ പോയി ഇരിക്കുന്ന സ്ഥലമാണ്. നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അധികം ആരും വരാത്ത സ്ഥലമായതുകൊണ്ട് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും ഇല്ല, നല്ല നീറ്റായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നല്ല സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നവർ എന്ത് പറയാനല്ലേ. എന്തായാലും സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ നല്ല ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് ഇനിയുള്ള പിള്ളേരെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഴ തുള്ളി തുടങ്ങിയതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് സേറയ്ക്കൊരു ആഗ്രഹം വന്നത്. ഒരു ചെറിയ മലയുണ്ട്, അത് കയറണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതെന്താണെന്ന് ചെന്ന് നോക്കിയപ്പോൾ ചെറിയൊരു തിണ്ടാണ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റയും കൂടെ പോവാണ്. അങ്ങനെ ഇതിൻ്റെ മേലെ കയറാനുള്ള പ്രാക്ടീസാണ്. അവൾ ആദ്യമൊക്കെ ഇച്ചിരി പേടിച്ചെങ്കിലും ധൈര്യമൊക്കെ ജസ്റ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നതിലും അത്യാവശ്യം കുത്തനെയുള്ള തിട്ടായിരുന്നു ഇത്. 2-3 തവണയൊക്കെ അവൾ ട്രൈ ചെയ്തു, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം അടിപൊളിയായിട്ട് അവൾ കയറിയിട്ടുണ്ട്. ചെറുതായി ബൈക്കിൽ നിന്ന് തെറിച്ച് പോയെങ്കിൽ അവൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഹെൽമെറ്റും നീ ഗാർഡ്സും ഒക്കെ ആയിട്ട് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി ഞങ്ങൾ അവളെ ബൈക്കിൽ കയറ്റാൻ അനുവദിക്കാറുള്ളൂ. ഇതൊരു ബേസിക് ബൈക്കാണെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ അവളുടെ ഫുൾ ഇൻട്രസ്റ്റും ഇതിലായിക്കൊള്ളും. അല്ലെങ്കിൽ ഈ പിള്ളേരെയൊക്കെ സ്പോർട്സിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലേക്കോ ഒക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അവർക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മാറി നിൽക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉള്ള കാട്ടിലും ചെളിയിലും ഒക്കെ പോയതുകൊണ്ട് 2 വണ്ടി നല്ല അഴുക്കാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ദിവസം കിട്ടി. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.